ഹലോ, അപ്പോൾ ഞാനിന്ന് ഐക്കയിൽ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പം ഞാനിവിടെ വണ്ടിയൊക്കെ ഇറങ്ങി എല്ലാവർക്കും ഹായൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഞാൻ അങ്ങനെ റീലുകളൊന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ആദ്യമായിട്ട് വരുന്നതിനോട് എനിക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഒരു കിച്ചണിൻ്റെ സെറ്റാണിത്, മൊത്തം കിച്ചണാണ്. എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്കിതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം പിടിച്ച് പറിച്ച് നോക്കുന്നുണ്ട്. നിങ്ങളിവിടെ വന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഹൈദരാബാദിലാണിത്. എനിക്കിതൊക്കെ കണ്ടിട്ട് ഒരു അത്ഭുതം പോലെ, കാരണം ഞാൻ ഇത്രയും കാലം ഹൈദരാബാദിലുണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണാൻ വേണ്ടി വരുന്നത്. മറ്റുള്ളവരൊക്കെ കണ്ടതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല പറഞ്ഞു കേട്ടിട്ടുണ്ട്. 1-2 റീലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇത് ഇത്രയും വലിയ കിച്ചണൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ക്രിസ്മസിൻ്റെ ഒരു സെറ്റ്, ബെഡ്റൂം സെറ്റ്, കുട്ടികൾക്ക് കിടക്കാനുള്ള സൗകര്യം. എനിക്ക് തോന്നിയത് കുട്ടികളെ ബെഡ്റൂമാണെന്ന്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കണ്ടിരിക്കാൻ തന്നെ. ഇതാ ഇവിടെ കണ്ടില്ലേ ഷെൽഫ്, ഫാമിലി ഫോട്ടോ ഏരിയ, പിന്നെ ഇവിടെ ഒരു ചെയർ. ഇത് വാഷ്റൂം സെറ്റപ്പാണ്. ഇത് കൊള്ളാലോ. എൻ്റെ വീട്ടിലൊക്കെ വാഷ്റൂം ഇതിൻ്റെ 15 അടി താഴെ ബാക്കിൽ പോയിരിക്കേണ്ടി വരും. കൊള്ളാം, സെറ്റപ്പൊക്കെ കൊള്ളാം. എനിക്കിങ്ങനെ ഒരു വീട്ടിലൊക്കെ എന്നാണാവോ ജീവിക്കാൻ പറ്റുക. ഇത് കണ്ടില്ലേ ഒരു പൂവ്, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. സോഫ, എൻ്റെ വീട്ടിലെ സോഫയൊന്നുമില്ല, ഞങ്ങൾ പൊട്ടിയ കസാരയിലൊക്കെ ഇരുന്ന് ജീവിച്ചവരാ. അപ്പോൾ കണ്ടില്ലേ ക്രിസ്മസ് സെറ്റ്, ഫ്ലവേഴ്സ്, ഫ്ലവർ പോട്ട്. ഇതൊന്നും അധികം വലിയ തോതിൽ പൈസ എല്ലാത്തിനും എല്ലാ വിലയിലുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഈ സോഫ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സോഫ. ഒരു ദിവസം വീട്ടിലേക്ക് ഇതൊക്കെ വാങ്ങണം, എവിടെയെങ്കിലും നല്ല കര പറ്റട്ടെ. ഇത് എനിക്ക് തോന്നുന്നു ഡൈനിങ് ഹാളിലേക്കുള്ള, ഈ ലിവിങ് ഏരിയയിലേക്കൊക്കെ ഉള്ള സെറ്റിൻ്റെ ഏരിയ ആണെന്നാണ് കേട്ടോ. കുറേ സുന്ദരിമാരായ ചേച്ചിമാരൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കുന്ന കണ്ട് അവരുടെ അടുത്ത് നിന്ന് കേൾക്കും.